ഓം നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ശരണമയ്യപ്പ. ഹരേ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. നാരായണ 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 രാധേ ഗോവിന്ദ. നാരായണ 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 രാധേ ഗോവിന്ദ. നാരായണ 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 രാധേ ഗോവിന്ദ. നമ്മുടെ ജീവിതത്തെ അടിമുടി നമുക്ക് ഒരു പരിവർത്തനം വരുത്തണം. നമ്മുടെ ജീവിതം ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഇനിയും നമുക്ക് ഉയരണം, വളരണം. ഇപ്പോൾ ഉള്ള ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ മാറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വെച്ചുകൊണ്ട് ഈ ശരീരം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, ഈ മുഖം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയെ എനിക്ക് മാറ്റാൻ പറ്റില്ല, എൻ്റെ മക്കളെ എനിക്ക് മാറ്റാൻ പറ്റില്ല, എൻ്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഇവയൊക്കെ വച്ചുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് എനിക്ക് അടിമുടി ഒരു പരിവർത്തനം വരുത്തണം. അതിന് എൻ്റെ മനസ്സിനെ വികസിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ, ചിന്തകളുടെ, ശാസ്ത്രത്തിൻ്റെ പേരാണ് വേദവ്യാസ ഭഗവാൻ. അപ്പോൾ വേദവ്യാസ ഭഗവത് പാദ വിരചിതമായ ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭാഗവതോത്തമനും മുൻ ശബരിമല മേൽശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭഗവത്ഗീത ആചാര്യനുമായ സർവശ്രീ ശംഭുവാദ്യാർ, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഈ ഭാഗവത ശാസ്ത്രം, ഈ ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെ ഭക്തി ജ്ഞാനത്തിലൂടെ നാമരൂപമായ ഭഗവാനിലോട്ട് നമ്മുടെ ജീവിതത്തെ ഉയർത്തും. എപ്പോഴും എവിടെയും നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു ദുഃഖ ഔഷധമാണ് നാമരൂപം. നമുക്കറിയാം, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മരണഭയം, അവിടെയാണ് ശ്രീശുക ബ്രഹ്മർഷി, വേദവ്യാസ ഭഗവാന്റെ മകനായ ശ്രീശുക ബ്രഹ്മർഷി അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്. അപ്പം പരീക്ഷിത്ത് ആരാണ്? നമ്മളൊക്കെയാണ് ഈ പരീക്ഷിത്ത്. ജീവിത പരീക്ഷണം, ജീവിതം ഓരോ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഒരുപാട് പരീക്ഷകളും നാം എഴുതുന്നു. അപ്പോൾ എല്ലാ പരീക്ഷയിലും എബവ് 98% മാർക്ക് വേണം. ജീവിതമാകുന്ന പരീക്ഷയിലും വൻ വിജയം നമുക്ക് വേണം. അതിന് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ നിലയിലോട്ട് നമ്മൾ ഉയരണം. നമ്മൾ ശ്രീശുക ബ്രഹ്മർഷി മാനവരാശിക്ക് നൽകിയ ഈ ഭാഗവതം പഠിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ നിലയിലോട്ട് നമ്മൾ ജീവിതം ഉയരണം. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ഭാഗവതം നമ്മൾ പഠിക്കണം. അല്ലാതെ വെറുതെ സപ്താഹത്തിന് ഇപ്പോൾ പോകുന്നത് പോലെ പോയിട്ട് ഊണ് കഴിച്ച് വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും കിട്ടില്ല. അയ്യോ, അവിടെ നാരായണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ
മോക്ഷം കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇതുവരെ ആചാര്യന്മാർ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കിന് എത്ര മോക്ഷം കിട്ടണം? മൈക്ക് ഓപ്പറേറ്റർ ഇതിനിടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു PGS എന്ന് പറഞ്ഞ വളരെ വലിയൊരു ലൈറ്റേഴ്സ് ഹൗസ് ഉണ്ട്. അതിൻ്റെ ഓണറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 100-ലധികം സപ്താഹം ഞാനിപ്പോൾ കേട്ടു, പക്ഷേ ജീവിതം കട്ടപ്പുക. അതുകൊണ്ട് കേട്ടതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ കുളിച്ച് അമ്പലത്തിൽ തൊഴുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ക്ഷേത്ര ദർശനമാണ്, വിഗ്രഹ ദർശനമാണ്, അവിടുന്ന് നാമ ജപ സംസ്കാരമാണ്. അപ്പം നാമരൂപം സ്മരാമി, നാമരൂപം തസ്മാ സർവേഷു കാലേഷു, എപ്പോഴും ഉപാസനയായി ജപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ദുഃഖവും ദുരിതവുമില്ലാത്ത ഒരു നല്ല ജീവിതം. ആ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ വേദവ്യാസ ഭഗവാൻ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയാണ്. അംശാവതാരത്തിൽ നിന്നും കലാവതാരം, കലാവതാരത്തിൽ നിന്നും പൂർണ്ണാവതാരം. ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത് ഈ ഒരു അംശാവതാരത്തിലാണ്. അംശാവതാരം എന്ന് പറഞ്ഞാൽ ലൈറ്ററിൽ നിന്ന് വരുന്ന ആ സ്പാർക്ക് തീയില്ലേ, അതാണ് നമ്മളിലൊക്കെ ഒരു അംശാവതാരമുണ്ട്. അത് കുറച്ച് കത്തുമ്പോഴാണ് കലാവതാരം, നമുക്ക് ചോറും കൂട്ടാനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കത്തുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും അംശാവതാരമാണ്. പിന്നെ മറ്റുള്ള അവതാരങ്ങളൊക്കെയാണ് കലാവതാരം. ഈ അംശമായിട്ടുള്ള ഈ ഒരു തീപ്പൊരിക്ക് ഒരു കാട്ടുതീയാവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു വലിയ പെട്രോൾ ടാങ്കിക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന അതിൻ്റെ മുന്നിലൊരു അവസരമുണ്ട്. ആ അവസരം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്കും പൂർണ്ണമായ അവതാരമായി ഉയരാം. അത് നമ്മളെ ഉയർത്താൻ നമ്മുടെ മുന്നിൽ അവതരിച്ചതാണ് പുണ്യപൂർണാവതാരമായ കൃഷ്ണൻ. അതിന് ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം നാം പഠിക്കുകയാണെങ്കിൽ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഒരു തരി പഞ്ചസാരയ്ക്ക് അതിൻ്റെ പൂർണ്ണമായ എല്ലാ സബ്ജക്റ്റും അതിനകത്തുണ്ടാവും. നമ്മൾ ലാബിൽ പോയാൽ ഒരു ഇത്തിരി ബ്ലഡ് എടുക്കും, അത് അവർ അനലൈസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള 7.5 ലിറ്റർ ബ്ലഡിൻ്റെയും നാച്ചുർ എന്താണെന്ന് പറയും. അതുപോലെ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായി നമ്മളെ ഉയർത്തുന്നതാണ് ഭാഗവതം. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശക്തമായ മനസ്സ്, അതിശക്തമായ വ്യക്തിത്വത്തായി ഉയർത്തുന്ന ഉത്തമ ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത 18 അധ്യായങ്ങളെ 18,000 ശ്ലോകങ്ങളിലൂടെ വികസിപ്പിക്കുന്ന വികസന ധർമ്മ സംഹിതയാണ്. അത് വികസിപ്പിക്കുന്നതാണ് വ്യാസഭഗവാൻ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. പുരുഷായ ആദിബീജായ ആ പരമേശ്വരനാണ്, പുരുഷനാണ്. ഈ പുരുവിൽ ശയിക്കുന്ന ആ പുരുഷനാണ്, ആദിബീജമാണ്. എന്ത്? പൂർണ്ണബോധായ തേ നമഃ. എന്നിലുള്ള പൂർണ്ണബോധസ്വരൂപമാണ്, പൂർണ്ണമാണ്, അത് അപൂർണമല്ല. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം നമ്മുടെ ജീവിതത്തെ പൂർണ്ണബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ഉത്തമ ശാസ്ത്രമാണ്. എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ മുത്തും പവിഴങ്ങളും എല്ലാം നേടിയെടുക്കണം. അതിന്
നല്ല ഒരു മകനാകണം, നല്ലൊരു മകളാകണം, നല്ലൊരു ഭർത്താവാകണം, നല്ലൊരു ഭാര്യയാകണം, നല്ലൊരു സുഹൃത്താവണം, നല്ലൊരു പൗരനാകണം. ഇതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും. അപ്പോൾ ഈ ധർമ്മശാസ്ത്രം ഇത് നമ്മൾ പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഈ ഉത്തമ ശാസ്ത്രം അത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം പട്ടിയായി ഉയർന്ന് അമൃതത്വത്തിൻ്റെ സന്തതികളായി അമൃതത്വത്തിലേക്ക് ലയിച്ചു ചേരാനാണ് ഈ ധർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛൻ എനിക്ക് റോൾ മോഡലായി ഇത് കാണിച്ചു തന്ന് ജീവിതത്തിൻ്റെ മുത്തും പവിഴകളും എങ്ങനെ ഭാഗവതത്തിലൂടെ നേടിയെടുക്കാമെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഇതിനെ ശാസ്ത്രീയമായി, ഇത് ശാസ്ത്രമായി അപഗ്രഥനം ചെയ്ത്, അത് ഭാഗവതം തന്നെ പറയുന്നു, എന്ത് മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാശ്രവണാസദ്യോ വൈകുണ്ഠഫലദായകം. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ. ഈ ഭൂമിയിൽ ക്ഷിതൗ, ഈ ഭൂമിയിൽ ഭാഗവത ശാസ്ത്രമായി ഗുരുവായൂരപ്പൻ്റെ രൂപമാണ് ഭാഗവതം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതെന്ത് ചെയ്യണം? പഠന ശ്രവണാസദ്യോ, ഇത് പഠിക്കണം, ഇത് പഠിക്കണം. പഠന മനന ശ്രവണ മനന പഠന എന്ത് ചെയ്യണം? നിധിധ്യാസവം, അനുഭൂതിയിലെത്തണം. ഈ അനുഭൂതിയിലെത്തുമ്പോഴാണ് വൈകുണ്ഠഫലദായകം. വൈകുണ്ഠത്തിൽ ഏതോ ഒരു രാജ്യത്ത് നിന്ന് ഗുരുവായൂരപ്പൻ അവിടെ പോയി നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ ബെഗ്ഗയും വലിച്ചെറിയുന്നതല്ല, മറിച്ച് വികത കുണ്ഠാഹ ഇതി വൈകുണ്ഠ, ദുഃഖമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയിലേക്കാണ്. നമുക്കറിയാം പരീക്ഷിത്ത് മഹാരാജാവിന് മരണദുഃഖമാണ്. അപ്പോൾ മരണദുഃഖം എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. ആഹാര വിഹാര നിദ്ര മൈഥുനം, ഈ ദുഃഖത്തിൽ നിന്നും ശ്രേഷ്ഠ ജ്ഞാനമധികം നരാണാം, ശ്രേഷ്ഠമായ ജ്ഞാനം നമുക്ക് അതെങ്ങനെ? പഠന ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. വൈകുണ്ഠം ദുഃഖമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയെ പൂർണ്ണ സന്തോഷത്തിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് ഭാഗവതം. ആ ഭാഗവതത്തിൽ ഏകാദശത്തിൽ അഷ്ടമോധ്യായത്തിൽ 42ാമത് ഒരു നല്ല ശ്ലോകമുണ്ട്. അത് നമുക്ക് നോക്കാം. ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത നിർവിദ്യേതയദാഖിലാത് അപ്രമത്ത ഇദം പശ്യേത് ഗ്രസ്തം കാലാഹിന ജഗത്. ആത്മനോ ഗോപ്ത. ഗുരുവായൂരപ്പൻ പറയുന്നു. എന്താ ഗുരുവായൂരപ്പൻ പറയുന്നത്? ആ തിരുനടയിൽ ആ ക്യൂലൊക്കെ നിന്ന് നമ്മൾ നേരത്തെ ജപിച്ച പോലെ നാരായണ 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 രാധേ ഗോവിന്ദ, ഇങ്ങനെ ജപിച്ച് 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 ആ തിരുനടയിൽ അങ്ങനെ എത്തിക്കണം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഇല്ലേ? നമ്മളൊക്കെ പറയില്ലേ ഗുരുവായൂരപ്പനോട്? പറയും. അത് പറയാത്ത ഒരു ഹിന്ദുവും ഉണ്ടാവില്ല ഈ ഭാരതത്തിൽ. എന്താ കാരണം? ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഇതങ്ങനെ ഗുരുവായൂരപ്പനോട് തൊഴുത് അപേക്ഷിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ആ ശംഖുചക്ര ഗദാ പങ്കജധാരി ആയിക്കൊണ്ട് ശ്രീലകത്തുനിന്ന് അങ്ങനെ നമ്മോട് പറയുന്നതെന്ന് ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത. ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത. ഗോപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാവ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഗുരുവായൂർ ശ്രീലകത്ത് നിന്ന് ഗുരുവായൂരപ്പൻ ഭക്തന്മാരോട് പറയുന്നു എന്ത്? ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത, നിന്റെ രക്ഷിതാവ് നീയാണെന്ന്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ക്രിസ്ത്യാനികൾക്കും
സ്വർഗസ്ഥനായ അള്ളാഹു മുസ്ലിങ്ങൾക്കും ആകുമ്പോൾ ഗുരുവായൂർ ശ്രീലകത്ത് നിന്ന് ഗുരുവായൂരപ്പൻ പറയുന്നു, ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത, നിന്റെ രക്ഷിതാവ് നീ തന്നെയാണ് എന്ന്. നോക്കൂ, ഇത്ര പ്രാക്ടിക്കലായ സയൻസാണ്. ഇത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആക്സെപ്റ്റ് ചെയ്യും, ഇത് ഏത് നിരീശ്വരവാദിക്കും ആക്സെപ്റ്റ് ചെയ്യാം, ഇത് ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മുസ്ലിം ലീഗുകാരനും കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും RSSകാരനും BJPക്കാരനും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഭാഗവതം ശാസ്ത്രം, ഭാഗവതം ക്ഷിതൗ, ഈ ഭൂമിയിലെ ശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാൻ എന്ത് പ്രാക്ടിക്കൽ സെൻസാണ്. മുഴുവൻ ജനങ്ങളോടും ഞാൻ രക്ഷിക്കാമെന്നാണോ ഗുരുവായൂരപ്പൻ ഇത് പറയുന്നത്? ഒരിക്കലുമല്ല. ബ്രേക്ക് ചവിട്ടാണ്ട് വണ്ടി നിർത്താൻ പറ്റുക? ഇല്ല. റെയിൽവേ ട്രാക്ക് പോയിട്ട് ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ജീവിതമാകുന്ന റെയിൽവേ ട്രാക്കിലാണ് നാം ഉള്ളത്. ഗുരുവായൂരപ്പ എന്ത് ഗുരുവായൂരപ്പൻ രക്ഷിക്കാൻ പറ്റും? കയ്യിലിരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടാതെ വണ്ടി നിർത്താൻ പറ്റുമോ? ഫുരുളാനെടുത്ത് കുടിച്ച് ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണം, പറ്റില്ല, പറ്റില്ല. മുൻ ശബരിമല മേശാന്തിയും ഭാഗവതോത്തമനമായ ശംഭുവാധ്യായരുടെ മകൻ 45 വർഷം വേദാധ്യായനം നടത്തി വേദങ്ങൾ പഠിച്ച് വേദാന്ത വിദ്യാർത്ഥിയായി ഇന്നും ജീവിക്കുന്ന ഞാൻ പറയുന്നു, 4 വാൾവുള്ള ഹൃദയം തൊട്ട് പറയുന്നു, ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത. എവിടെ? ഏകാദശത്തില് അഷ്ടമോധ്യായത്തില് 42ാമത്തെ ശ്ലോകമായി ഭഗവാൻ പറയുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരോടാണ് പറയുന്നത്. ഏത്? ഗോപ്ത, രക്ഷിതാവാണ്, നിന്റെ രക്ഷിതാവ് നീ തന്നെയാണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ എഴുതും ഗാർഡിയൻ, രക്ഷിതാവ് ആരാണ്? അച്ഛൻ്റെ പേര്. പിന്നെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും രക്ഷിതാവ് ആരാണ്? അപ്പോൾ നമ്മൾ എഴുതും അച്ഛൻ്റെ പേര്. പിന്നെ അത് എൻ്റെ മകള് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ആ രക്ഷിതാവ് മാറി വാർഡനായി മാറും. മനസ്സിലാക്കണം, അവിടുന്ന് ചെറിയൊരു ഉയർച്ച. പിന്നെ അതൊക്കെ കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജീവിതവുമായി പൊരുത്തപ്പെട്ട് വരുമ്പോൾ ഈ രക്ഷിതാവ് നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ സ്വതന്ത്രമാവും. അതിന് എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഈ പോൾ വാൾട്ട് പോലെയാണ് ഗുരുവായൂരപ്പനെ ഉപയോഗിക്കേണ്ടത്. ഏത്? ആ ലൈനിൻ്റെ മുകളിൽ പോൾ വാൾട്ട് ഇങ്ങോട്ട് തള്ളി അപ്പുറത്തോട്ടങ്ങോട്ട് കടക്കണം. അപ്പുറത്തോട്ടങ്ങനെ കടക്കുമ്പോഴേക്കും നമ്മൾ സ്വതന്ത്രമാകും. അപ്പം ഈ വിഗ്രഹം വിശേഷഗ്രാഹ്യത ഇതി വിഗ്രഹ, ആ ഗുരുവായൂരപ്പനെ സച്ചിദാനന്ദ സ്വരൂപമായ ഈ അണ്ടകടാഹത്തെ മുഴുവൻ ഭരിച്ചും സംഹരിച്ചും നിൽക്കുന്ന ആ ഗുരുവായൂരപ്പനെ നാമജപലയ ലഹരിയിലൂടെ അവിടെ എത്തുമ്പോൾ ആ ശ്രീലകത്ത് നിന്നും ഗുരുവായൂരപ്പൻ പറയും, ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത, നിന്റെ രക്ഷിതാവ് നീ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ കാലോഹിന ജഗത്ത്, ഈ ജഗത്തിൻ്റെ മുഴുവനും കാലസ്വരൂപമായ ഞാനാണ് വിഴുങ്ങുന്നത്. അപ്പം എന്ത്? കാലസ്വരൂപം. എന്താണ് കാലസ്വരൂപം? 1 സെക്കൻഡിന് 60 സെക്കൻഡിന് 1 മിനിറ്റ് വിഴുങ്ങുന്നു. 60 മിനിറ്റിന് 1 മണിക്കൂർ വിഴുങ്ങുന്നു. 24 മണിക്കൂറിന് 1 ദിവസം വിഴുങ്ങുന്നു. അങ്ങനെ 30 ദിവസത്തെ 1 മാസം വിഴുങ്ങുന്നു. അങ്ങനെ 24 മാസത്തെ 1 വർഷം വിഴുങ്ങുന്നു. ഇതുപോലെ ഈ കാലത്തിനെ മുഴുവൻ ഞാനാണ് വിഴുങ്ങുന്നത്. അപ്പോൾ കാലോസ്മി ലോകക്ഷയഗത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഞാൻ കാലരൂപത്തിൽ, കാലനല്ല കാലരൂപത്തിൽ ഇവിടെയെല്ലാം ഞാൻ വിഴുങ്ങുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതേ വർഷം ഇതേ ദിവസം
ഈ കാണുന്നതൊന്നും ഇവിടെയില്ല, നിങ്ങളുമില്ല, ഞാനുമില്ല. അടുത്ത നൂറ്റാണ്ടില് ഇതേ വർഷം ഇതേ ദിവസം ഈ കാണുന്നതൊന്നും നിങ്ങളും ഞാനും ഇവിടെ ഉണ്ടാവില്ല. ഈ സത്യത്തെ തിരിച്ചറിയണം. അപ്പോൾ എന്തെങ്കിലും ഒന്നിനെ മറ്റൊന്ന് വിഴുങ്ങും. അത് ഏതിനെ വിഴുങ്ങുന്നു? ആ വിഴുങ്ങപ്പെടുന്ന വസ്തുവാണ് അന്നം. അന്നം. അതുകൊണ്ടാണ് ഈ ചോറിനെ നമ്മൾ വിഴുങ്ങുന്നു. ചോറിനെ നമ്മൾ വിഴുങ്ങുമ്പോൾ അന്നം നമ്മുടെ അന്നമായി മാറുന്നു ഈ ചോറ്. പാമ്പ് തവളയെ വിഴുങ്ങുന്നു. അപ്പോൾ പാമ്പിൻ്റെ അന്നമായി മാറുന്നു തവള. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും വിഴുങ്ങുന്നു ഭൂമി. ആ ഭൂമിയെയും സർവത്തിനെയും വിഴുങ്ങുന്ന കാലമാകുന്നു ഞാൻ. അപ്പോൾ കാലസ്വരൂപനാണ് ഗുരുവായൂരപ്പൻ എന്ന് തിരിച്ചറിയണം. ഇത് നിങ്ങൾക്ക് മറ്റൊരവസരത്തിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ശരണമയ്യപ്പ ആ വാമനാവതാരത്തിൽ മനസ്സിലാവും. ആ മഹാബലിയുടെ ആൾക്കാർ യുദ്ധത്തിന് വരുന്ന സമയത്ത് ശുക്രാചാര്യര് അവിടെ ഇങ്ങനെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹാബലി പറയുന്നുണ്ട്, കാലരൂപത്തിലുള്ള ഭഗവാൻ, കാലരൂപത്തിലുള്ള ഗുരുവായൂരപ്പനാണ് എനിക്ക് ഇതൊക്കെ തന്നത്. കാലരൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ തന്നെ ഇത് തിരിച്ചെടുക്കുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, ഇതൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കാണ്. അതുകൊണ്ട് ഇവിടെ ഈ ധർമ്മശാസ്ത്രം കൃത്യമായി പറയുന്നു. എന്ത്? കാലരൂപത്തിൽ ഞാനെല്ലാം അതിൻ്റെ വഴിയിൽ പോകും. പക്ഷേ ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത, നിന്നെ രക്ഷിക്കാൻ നീയാണ് ഉത്തരവാദി. ഗുരുവായൂരപ്പൻ പറയുന്നു എനിക്കുത്തരവാദിത്വമില്ല എന്ന്. ഗുരുവായൂരപ്പൻ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശത്തിലെ അഷ്ടമോധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകമായി ഇത് എഴുതി വെച്ചത് നമ്മുടെ വീട്ടിൽ എഴുതി വെക്കണം. നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത. ഏത് നിരീശ്വരവാദിക്കും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇനി വേദങ്ങളിൽ നിരീശ്വരവാദി എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മാവിനെ വിശ്വാസമില്ലാത്തവൻ, അവനവൻ്റെ ആത്മവിശ്വാസമില്ലാത്തവനെയാണ് നിരീശ്വരവാദി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മബലം വർദ്ധിപ്പിക്കണം, ആത്മശക്തി വർദ്ധിപ്പിക്കണം. അവനവൻ്റെ അന്തരാത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന് തിരിച്ചറിയണം. എങ്കിലോ ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത, അവനവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിൽ എല്ലാത്തിനകത്തും അവനവനെ സംരക്ഷിക്കണം. ഇനി പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിൽ 5-ാമത്തെ മന്ത്രത്തിൽ പൂർണ്ണ പുണ്യാവതാരമെടുത്ത കൃഷ്ണൻ നമ്മോട് പറയുന്നു, നീ നിൻ്റെ ജീവിതത്തെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സിമ്പിളായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഉദ്ധരേതാത്മനാത്മാനം അവസാദയിൽ ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേ രിപുരാത്മന. ഹേ ആർജവമുള്ളവനെ, അതാണ് അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നേരെ ചൊവ്വേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവനവൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമായി, സന്തോഷമായി, സംതൃപ്തമായി കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മാനവരാശിയും, ഓരോ മനുഷ്യനും ഉദ്ധരേതാത്മനാത്മാനം, സ്വയം ഉയരണം, സ്വയം വളരണം, സ്വയം ശപിക്കപ്പെടരുത്, സ്വയം കുറ്റപ്പെടുത്തരുത്. നാം ആത്മാനം അവസാദയിൽ ഒരിക്കലും അവനവനെ കളിയാക്കരുത്, അവനവനെ കുറ്റപ്പെടുത്തരുത്, അവനവനെ തളർത്തരുത്. അപ്പോൾ സ്വയം ഉയരണം, സ്വയം വളരണം. അപ്പോൾ ആത്മൈവ ആത്മനോ ബന്ധു, അവനവൻ്റെ ബന്ധു അവനവനാകണം. എങ്കിലല്ലേ അവനവനെ ഭാഗവതത്തിൽ പറഞ്ഞ ഗോപ്ത, രക്ഷിതാവാകാൻ പറ്റുള്ളൂ. അവനവൻ്റെ ബന്ധുവും അവനവനാകുന്നു. ശ്രദ്ധിക്കണം, അവനവൻ്റെ ശത്രുവും അവനവനാകുന്നു. അവനവൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അവനവനാകുന്നു. അവനവൻ്റെ നെഗറ്റീവ് തോട്ടും അവനവനാകുന്നു. ആ നെഗറ്റീവ് തോട്ടുകളെ
ബേൺ ചെയ്ത് കളയണം. അപ്പോൾ അവനവൻ്റെ ആത്മാവ് അവനവനാകുന്നു, അവനവൻ്റെ ബന്ധു അവനവനാകുന്നു, അവനവൻ്റെ രക്ഷിതാവ് അവനവനാകുന്നു. ആ അവനവനാണ് കൃഷ്ണൻ, ആ അവനവനാണ് ഗുരുവായൂരപ്പൻ. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ഭർത്താവാകുന്നു കൃഷ്ണൻ. ആ ഭർത്താവായ കൃഷ്ണനെ പ്രഭു സാക്ഷി, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ റൂളറും ഗവർണറും എംപററുമായ സാക്ഷിയാകുന്നു ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ എന്നിൽ നിവസിക്കുന്നത് നിവാസ ശരണം സുഹൃത്ത്. സുഹൃദ്ഭാവമായി ഗുരുവായൂരപ്പൻ കൃഷ്ണൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഉയർത്തും, എന്നെ ഉദ്ധരേതാത്മ. ആ അന്തരാത്മാവായ ഞാൻ ഉയരും, വളരും, ഈ ലോകത്തിൻ്റെ സർവവും ആത്മസുഹൃത്തായി ഞാൻ മാറും. അപ്പോൾ എൻ്റെ സ്വഭാവം നന്നാവും, എൻ്റെ ചിന്തകൾ നല്ലതായി മാറും, എൻ്റെ മനസ്സ് നല്ലതായി മാറും, എൻ്റെ പ്രവൃത്തികൾ നല്ലതായി മാറും, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാം നല്ലതായി മാറും. അപ്പോൾ എൻ്റെ ചിന്തയും മനസ്സും ബുദ്ധിയും ബോധവും നല്ലതായി കഴിഞ്ഞാൽ എൻ്റെ വായിലെ നാക്ക് എന്താവും? ജിഹ്വാമേ മധുമത്തമാം വാച വദാമി മധുമദ്ഭുയാസം മധു സദർശം. ഇതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത്. വായിലെ നാക്കിൽ ഓരോ നിമിഷവും മധുരമായ വാക്കുകൾ വരണം. അങ്ങനെ തേൻകുടമായി മാറണം ജീവിതം. ഇതാണ് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവനവനിലെ വ്യക്തിത്വം ശരണമയ്യപ്പ, ആ അവനവനിലെ വ്യക്തിത്വം അത് വികസിപ്പിക്കണം. അവനവനിലെ വ്യക്തിത്വം അതിനെ സംരക്ഷിക്കണം. അവനവനിലെ വ്യക്തിത്വം അതിനെ ഉയർത്തണം. അങ്ങനെ പൂർണ്ണാത് പൂർണ്ണമദ പൂർണ്ണസ്യ പൂർണ്ണമാദായം പൂർണ്ണമേവ അവശിഷ്യതേ. അങ്ങനെ അംശാവതാരത്തിൽ നിന്നും കലാവതാരത്തിലേക്കും, കലാവതാരത്തിൽ നിന്നും പൂർണ്ണാവതാരത്തിലേക്കും ഓരോ മനുഷ്യനിലെയും പൂർണ്ണതയിലെത്തണം, പൂർണ്ണതയിലേക്ക് വളരണം, പൂർണ്ണമാകണം. ഇതിനാണ് പൂർണ്ണാവതാരമായ കൃഷ്ണനെ ഉപാസന ചെയ്തുകൊണ്ട് പാർത്ഥസാരഥിയായി പരമാർത്ഥ തത്വത്തെ ഉൾക്കൊണ്ട് കണ്ട് കേട്ട് ഉയർന്ന് വളരണം, വികസിപ്പിക്കണം. എന്ത്? അവനവൻ്റെ ജീവിതത്തെ. അതിന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കും. അതിന് എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം, പ്രാക്ടിക്കൽ വിസ്ഡം അവന് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഡോക്ടറെ കണ്ടതുകൊണ്ട് മാത്രം കിട്ടില്ല, ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതുകൊണ്ട് ഒന്നും നടക്കില്ല, ഡോക്ടറെ കണ്ടതുകൊണ്ട് ഒന്നും നടക്കില്ല. പിന്നെ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ മേടിച്ച്, ആ മരുന്ന് മേടിച്ച്, ആ ഗുളിക മേടിച്ച്, ബിഫോർ മീൽസ് ആണെച്ച ബിഫോർ മീൽസ്, ആഫ്റ്റർ മീൽസ് ആണെച്ച ആഫ്റ്റർ മീൽസ് കഴിച്ച് അഹം വൈശ്വാനരോ ഭുക്ത്വ പ്രാണിനം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം അബ്സോർബ് ചെയ്ത് ഡൈജഷൻ നടന്ന് ആ രോഗത്തെ മാറ്റുന്നത് പോലെ ഗുരുവായൂരപ്പനെ തൊഴുതു പോയതുകൊണ്ടൊന്നും കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂപമണ്ടൂക ബുദ്ധി അത്രേ. അന്ധൈനൈവ നിബന്ധനൻ. ശങ്കരാചാര്യർ പറയുന്നു അന്ധന്മാർ നയിക്കപ്പെടുന്ന അന്ധപരമ്പരയായി മാറുമെന്ന്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഗുരുവായൂരപ്പനെ തൊഴുത് ആ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് പറയും എന്ത്? ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത, നിന്റെ രക്ഷിതാവ് നീ തന്നെയാണെന്ന്. അപ്പോൾ ഇത് പഠിക്കാൻ തൊഴുത് കഴിഞ്ഞ് ഉടനെ ഗുരുവായൂരപ്പൻ ഇത് പറഞ്ഞത് കേട്ട് ഉടൻ തന്നെ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ പോയി ഒരു ഭാഗവതം വാങ്ങിക്കണം. എന്നിട്ട് ഭാഗവതം പട്ടിയായി പഠിക്കണം. എന്നിട്ടത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിന് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാഷ്യമുള്ള ഒരു 8 വോള്യം ഭാഗവതം കിട്ടും. 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബിവറേസ് കൊടുക്കുന്ന പൈസ ഇവിടെ കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ബിവറേസ് കൊടുത്തു കഴിഞ്ഞാൽ താൽക്കാലിക ലഹരി കിട്ടും, അത്രയേ ഉള്ളൂ. ഇത് പെർമനൻ്റായിട്ടുള്ള ലഹരി നമുക്ക് ലഭിക്കും. ശുദ്ധോസ്മി ബുദ്ധോസ്മ്യഹം, പൂർണ്ണബോധസ്വരൂപമായി ഭഗവാൻ മാറും. അപ്പോൾ എപ്പോഴും സച്ചിദാനന്ദ സമുദ്രത്തിൽ നീന്തി തുടിച്ച് നമ്മുടെ ജീവിതം പരമാനന്ദ സംപ്ലുത, പരമാനന്ദമായി തീരാൻ
നിങ്ങൾക്കും എനിക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും ഇടവരാൻ ഭാഗവതം പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, അവരെയും പഠിപ്പിക്കണം. അതിന് ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും എത്തിച്ച് അവരോട് ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം പഠിച്ച് ജീവിതം മധുരതരമാക്കാൻ പറയണം. പഠിക്കാതെ അന്യപന്ഥാൻ അയനായ വിദ്യതേ, വേദങ്ങൾ പറയുന്നു, പഠിക്കാതെ ഒരു മാർഗവുമില്ല. തൊഴുതു പോകുന്ന സംസ്കാരം ഉപേക്ഷിക്കണം. ക്ഷേത്ര ദർശനമാണ്, നാമ ജപ സംസ്കാരമാണ്, നാമരൂപസ്മരാമി, നാമരൂപത്തിലേക്ക് നമ്മൾ ഗുരുവായൂരപ്പൻ എപ്പോഴും കൊണ്ട് നടക്കാൻ ആ ജഗദീശ്വരനായ പരമേശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് ഭാഗ്യം വരട്ടെ എന്നല്ല, നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയും, ഗുരുവായൂരപ്പ അങ്ങ് ഹന്തഭാഗ്യം ജനാനാം, പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും ഭാഗ്യമായി ഗുരുവായൂരപ്പൻ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയേ ശരണമയ്യപ്പ.